അമ്മൂമ്മ എന്നാ അമ്മൂമ്മ കഴിക്കുന്നത്? ബിസ്ക്കറ്റ്. വേണ്ടേ? ഒരു ഫോട്ടോ എടുക്കട്ടെ. കേട്ടില്ല എന്നാ പറഞ്ഞേ? ആ എന്നാ ചിരിച്ചോ. ആ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറാ കാണാൻ. നീലക്കണ്ണ അമ്മൂമ്മയ്ക്കല്ലേ? നോക്കിക്ക്, അമ്മൂമ്മയുടെ കണ്ണ് നീലയാ അല്ലേ? അമ്മൂമ്മയ്ക്ക് എങ്ങനെയാ നീല കളറിലെ കണ്ണ്? കൃഷ്ണമണി, അമ്മൂമ്മയുടെ കൃഷ്ണമണിയുടെ കളർ എങ്ങനെയാ നീല കളറായത്? ആ നീലയാ, നല്ലതാ. നീല കളറിലെ കണ്ണ് അങ്ങനെ ആർക്കും ഇല്ല. വർണ്ണനം രാധ എന്നൊരു നാരിയുമായി നീള വനത്തിൽ നടന്നു രാധ ചെന്നു കഴുത്തടഞ്ഞു. ആടെ തെറ്റിപ്പോയി. സാരയില്ല, കുഴപ്പമില്ല. നീലാന്ന് പറഞ്ഞ ഉടനെ പാട്ടായി. അമ്മൂമ്മ ഒരു കാര്യം അറിഞ്ഞോ? നാളെ ഓച്ചിയമ്മ പോവാ അമ്മയന്നൂര്. എന്നാ ചെയ്യും? ഇനി ആരാ കൂട്ടിനുള്ളത്? പേരമ്മ മാത്രമേ ഉള്ളൂ. അതാ ചേച്ചി 4 മണിയാകുമ്പം പോവും. അപ്പൊ രാത്രി ആരാ കൂട്ടുള്ളത്? ഞാനോ? ദേ ആ ചെക്കനെ കൊണ്ട് ഞാൻ വരേണ്ടി വരും ഇവിടെ കിടന്നുറങ്ങണമെങ്കിൽ. വരണോ? കൂട്ടുവന്ന് കിടക്കണോ? പക്ഷെ അമ്മൂമ്മ AC കിടക്കണം. ഞാൻ വന്ന് ഇവിടെ കിടക്കണേ, എനിക്ക് ആ ചൂടത്ത് കിടക്കാൻ പറ്റുമല്ല. AC മുറി കിടക്കണം. ഉറപ്പാണോ? എന്നാ വരാം. എന്നാ ഓച്ചിയമ്മയോട് പോകണ്ടെന്ന് പറ. എന്തിനാ പോകുന്നറിയാവോ? ഗരുഡൻ. ആ മകന്റെ. അമ്മൂമ്മ ഉച്ചക്ക് എന്നാ കഴിച്ചത്? ഉച്ചക്ക് എന്നാ കഴിച്ചേ? കഞ്ഞി. കറി എന്നായിരുന്നു? പച്ചടി. മാമ്പഴ പച്ചടിയോ? ഒത്തിരി ഇഷ്ട പച്ചടി. ഇഞ്ചിക്കറി ഒത്തിരി ഇഷ്ടല്ലേ? മാങ്ങ രണ്ടും ഇഷ്ടാണോ? അത് കൂട്ടി എന്നാ പിന്നെ ചോറുണ്ണാൻ മേലായിരുന്നു. മാങ്ങ പിഴിഞ്ഞുണ്ണാറുണ്ടോ? മാങ്ങ പിഴിഞ്ഞ് ചോറുണ്ണാറുണ്ടോ? ചോറ് ഞാൻ കഴിക്കാറില്ല, കഞ്ഞി എനിക്ക് ഇഷ്ടം. ആണോ? കൊള്ളാം. ഞാനും കൂട്ടിയായിരുന്നു. ഇവിടുന്ന് കൊണ്ട് തന്നായിരുന്നു. നല്ലതായിരുന്നു. മാമ്പഴ പുളിശ്ശേരി അല്ലേ? പിന്നെ ഇന്നലെ നമ്മുടെ തിരുപ്പനൊക്കെ ഇന്നലെ വെച്ചില്ലായിരുന്നോ? അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ഫോട്ടോ. അടിപൊളിയാന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് ലണ്ടനിൽ പോകാൻ പറഞ്ഞു. പോകുന്നുണ്ടോ? അയനാ വയസ്സായി ഞാൻ നിങ്ങളുടെ പാന് തലേ തിരുപ്പനൊക്കെ കിട്ടിയില്ലേ? അതിനെന്നാ മദാമ്മയെ പോലെ ഇരിക്കുന്നെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ദേ മദാമ്മയെ പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ എന്നാ മറുപടി പറയണ്ടേ? സന്തോഷം അല്ലേ? അമ്മൂമ്മ ഗുരുവായൂര് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്നാ പോയെന്ന് ഓർമ്മയുണ്ടോ? എന്നാണെന്ന് മറ്റു ഓർക്കുന്നില്ല. ഓമനയുടെയൊക്കെ കൂടെ ഇതേ പോയത്. ആ അതെ. എന്നിട്ട് എന്നാ ചെയ്ത്? അവിടെ പോയി നടയിൽ പോയി തൊഴുതു. പിന്നെ അവിടെ ഇരുന്നോ? കുളിച്ച് തൊഴുത് കുറെ നേരം. അമ്പലത്തിൽ ഒത്തിരി പാല് ഇരിപ്പുണ്ടല്ലോ. അതുപോലെ ഞാനും കുറെ നേരം ഇരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള അമ്പലം ഗുരുവായൂരാണോ? അമ്മൂമ്മ ഗരുഡൻ കാണാൻ പോകുന്നുണ്ടോ? ഇല്ല. ആണ്ട് ഇവരൊക്കെ പോവാ. അന്നിവിടെ തന്നെ കിടക്കാവോ? ഞങ്ങൾ എല്ലാരും പോവാൻ രാത്രിയില്. ഞാനേ മേലാത്ത ഞാൻ പോയി എണ്ണ എടുക്കും. പക്ഷെ ഗരുഡൻ കാണാലോ. എന്നാ ഒരു കാര്യം, ഞങ്ങൾ എല്ലാരും പൊക്കോട്ടെ. ആരും ഇല്ല. രാത്രി ഒന്ന് ഉറങ്ങിയാ മതി. ഞാൻ തന്നെ. പേരമ്മേ ഞങ്ങളൊക്കെ പോയിട്ടൊരു 3 മണിക്കൂർ തിരിച്ചു വരാം. ഞാനിവിടെ വരാം. വന്നിട്ട് എന്നാ ചെയ്യും? ഗരുഡടുത്ത് പോണ കാണാം. വരുവോ? വണ്ടിയെ ഇരുന്ന് വരണം. കുഴപ്പമില്ല. എന്നാ പോകാം അല്ലേ? എന്നാ എല്ലാവർക്കും പോകാം. 8 നാടും കീർത്തി കേട്ട
മണർകാട്ടു കാവിലമ്മ പെറ്റതായ പോലെ എന്ന കാത്തിടും അമ്മ. അത്രേ ഉള്ളോ? ബാക്കി എന്നാ പേര്? ഇത് എവിടുത്തെ പാട്ടാ ഇത്? ഇത് എവിടുത്തെ പാട്ടാ? മണർകാട്ട്. ആണോ? അമ്മുമ്മയ്ക്ക് എത്ര അമ്മാവന്മാരുണ്ടായിരുന്നു? രാമൻകുട്ടി അമ്മാവൻ, ഗോപാലമ്മാവൻ, പിന്നെ ശങ്കരമ്മാവൻ. ഇത്രേ ഉള്ളൂ. അവർക്കൊക്കെ മക്കളില്ലേ? പാലപ്പാടത്തെ അമ്മാവന് മക്കളുണ്ടായിരുന്നു. അമ്മുമ്മ കല്യാണം കഴിക്കാൻ പറ്റിയ മുറച്ചക്കന്മാരാരേലും ഉണ്ടായിരുന്നോ? ഇല്ലേ? എന്നെ കഴിഞ്ഞിടേതാ. ആണോ? അമ്മാവൻ എന്നായിരുന്നു ജോലി? അമ്മാവന് ജവളിക്കട. ആണോ? പിന്നെ ഇവിടെ താമസിക്കുന്ന ഇടയാളിന്റെ ഒരു ഗോപാലൻ, അയാൾക്ക് അമ്പലത്തിൽ ജോലി. പണിക്കൽ സാറും ഭാര്യയും ഹൈസ്കൂളിലെ സാറന്മാരായിരുന്നു. അമ്മുമ്മയുടെ ആങ്ങള. പിന്നെ ആങ്ങളെയും ഭാര്യയും. പിന്നെ അത് കാരണം പിള്ളേരെ 7 ക്ലാസ് വരെ അവിടെയാ പഠിച്ചത് എല്ലാവരും. പിന്നെ അവന്റെ അടുക്ക ചെന്ന കണക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ആണോ? ആങ്ങള. അമ്മുമ്മക്ക് പറഞ്ഞു തരുമായിരുന്നു? എനിക്കല്ല, പഠിക്കുന്ന പിള്ളേർക്ക്. കണക്ക് സാറായിരുന്നോ അമ്മുമ്മയുടെ ആങ്ങള? വെറുതെ അല്ല നിങ്ങളെല്ലാം കണക്കിലും പുലികളായത്. വെറുതെ അല്ല അമ്മുമ്മയൊക്കെ കണക്കിൽ നല്ല മിടുക്കിയായത്. അമ്മുമ്മ കണക്കിൽ മിടുക്കിയായതിന്റെ കാരണം മനസ്സിലായി. വീട്ടിലെല്ലാരും നല്ല കണക്കറിയാവുന്നവരല്ലേ? അമ്മുമ്മ ഒരു കഥ പറയാവോ? കുറുക്കൻ നടന്നു പോകുന്ന വഴി മുന്തിരിക്കഥ കണ്ടു. ഒത്തിരി ചാട്ടം കൊണ്ടം കിട്ടാഞ്ഞിട്ട് പുളിച്ചു അത് വേണ്ടെന്നും പറഞ്ഞു പോയി. അല്ലാതെ അവന് കിട്ടാഞ്ഞിട്ടല്ല, പുളിക്കുമെന്ന്. ഇത്രയും വയസ്സായിട്ട് ഇത്രയൊക്കെ ദൈവം എന്നെ നടത്തുന്നത് എന്റെ ഭാഗ്യമല്ലേ. അത് അമ്മുമ്മ മാത്രല്ലേ പറയാത്ത, ബാക്കി എല്ലാരും കൂടെ അത് പറയുന്നല്ലേ? അപ്പൊ ദൈവത്തിനോട് നന്ദിയല്ലേ വേണ്ടത്? പിന്നെ എണീക്കുമ്പോഴേ എനിക്ക് വയ്യാന്നാണോ പറയുന്നത്? ഇത്രയൊക്കെ നടക്കുന്നില്ലേ? സ്വന്തമായിട്ടെല്ലാം കഴിക്കാം അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മള് പോകുമ്പോ ഒന്നും കൊണ്ട് പോകുന്നില്ല, മനുഷ്യരുടെ സ്നേഹം മാത്രം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്നാ അമ്മൂമ്മയുടെ ബാങ്കിലുള്ള പൈസയൊക്കെ പേരമ്മയുടെ എടുത്ത് കൊടുത്തേക്കാം. ആ പൈസ എല്ലാം എടുക്കാൻ പോവാ. അമ്മൂമ്മയുടെ കയ്യിലുള്ള പൈസ എല്ലാം ഞങ്ങൾ എടുത്തോട്ടെ. അപ്പൊ കുഴപ്പമില്ല. അമ്മൂമ്മയുടെ ബാങ്കിൽ എത്ര രൂപയുണ്ട്? അതെങ്ങനെയാ ഭാഗിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്? 10 രൂപ. അത് എത്ര വെച്ച് കൊടുക്കും? 5 പേർക്ക് 1000 വെച്ച്. ആർക്കൊക്കെ 5 പേര് പറയാം? കൃഷ്ണകുമാർ, സജി, ഓച്ചിയമ്മ, 4 സൂരജ്. എനിക്കില്ലേ? ഇന്നലെ എന്റെ അമ്മ ഉണ്ടായിരുന്നല്ലോ, ഞാനില്ലേ? എനിക്കില്ലേ 1000 രൂപ? നീ എടുത്ത്. ആകെ 10,000. 5 പോയി. ബാക്കി 5 ആർക്കാ? അതോ അവർക്ക് 5000. 10,000 രൂപ മതിയോ ജീവിക്കാൻ? എനിക്ക് ജീവിക്കണം. മക്കൾ അമ്മയെ നോക്കേണ്ട ചുമതല. അപ്പൊ 10,000 രൂപ ഞങ്ങൾക്ക് ആർക്കും വേണ്ട, അതവിടെ കിടന്നോട്ടെ. ഗവൺമെന്റ് തരുന്നുണ്ടോ? ഗവൺമെന്റ് തരുന്നുണ്ടോ? എന്തിനാ? വയസ്സായവർക്ക് ജീവിക്കാൻ പൈസ തരുന്നുണ്ട്. പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ അല്ലേ? അത് അമ്മൂമ്മക്ക് കിട്ടുന്നുണ്ടോ? ആഹാ. എന്നിട്ട് അതുകൊണ്ട് എന്നാ ചെയ്യുന്നേ? അത് വരുമ്പോ ഓവന നോക്കുന്നത്, ഓവന വാങ്ങിക്കും. എന്നിട്ട് എന്നാ ചെയ്യും? എന്നെ നോക്കും. കൊള്ളാം. 2000 രൂപ കിട്ടുന്നോണ്ട് നോക്കാം അല്ലേ? ഇന്ദിര ചേച്ചിയുടെ ശമ്പളം അറിയാവോ? ഇവിടെ ഇന്ദിര ചേച്ചിക്ക് കൊടുക്കുന്ന എത്രയാന്ന് അറിയാവോ? അമ്മൂമ്മ നോക്കാൻ വരുന്ന ആളുടെ ശമ്പളം അറിയാവോ? ദിവസം 500. 500 ആണോ? ഒരു ദിവസം 500. അപ്പൊ തന്നെ ആയി 15,000.